ഹായ് ഹലോ അശ്വതീസ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. പക്ഷെ ഞാൻ കേട്ടെടുത്തോളം എല്ലാവരും 2:1 എന്നുള്ള അളവിലാണ് അല്ലേ അരി ഉഴുന്നൊക്കെ എടുക്കാറ്. അപ്പോൾ ഇതാ ഒരുപാട് ഉഴുന്നൊന്നും ചേർക്കാതെ ഇഡ്ഡലിക്കും ദോശയൊക്കെ പറ്റിയ നല്ല അടിപൊളി മാവ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതാ ഈ ഒരു ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇഡ്ഡലിക്ക് മാത്രമായിട്ടുള്ള പച്ചരിയൊന്നല്ല, നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചരിയാണേ. അതുപോലെ തന്നെ ഉഴുന്നെടുക്കുമ്പോൾ നമ്മുടെ ഒരു കൈ ഉണ്ടല്ലോ അതിൽ നിറയെ തന്നെ ഉഴുന്നെടുക്കണേ. അതിനുശേഷം അതിലേക്ക് ഒരു അര അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ വരെ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ പച്ചരിയും ഉഴുന്നും എല്ലാം കൂടെ ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകി എടുത്തിട്ട് നല്ല വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കാം. അപ്പം ഞാനിത് രാവിലെയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത്, രാത്രിയാണ് അരയ്ക്കുക. അപ്പം ഇതാ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഇത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുക്കാനായിട്ട് അവിലാണ് കേട്ടോ ഇവിടെ ചേർത്തിട്ടുള്ളത്. 2 സ്പൂൺ അവിലാണ് ഇതാ ചേർത്തിട്ടുള്ളത്. നമ്മൾ ചോറെടുക്കുന്ന എത്ര അളവാണോ അതുപോലെ തന്നെയാണ് അവിലും എടുക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടും നിർബന്ധമില്ല, നമ്മളിവിടെ ചോറില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അവിലെടുത്തിട്ടുള്ളത്. നമ്മൾ ചോറ് തന്നെയാണ് ശരിക്കും ചേർക്കുക. അപ്പോൾ ഇതാ അവിലൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്കിതാ നല്ല വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് നമുക്ക് അരി അരച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അരി കുതിർത്തിട്ടുള്ള വെള്ളത്തിലല്ല കേട്ടോ അരയ്ക്കുന്നത്, സെപ്പറേറ്റ് വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ അരി ഇതാ നമുക്ക് ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ഇത് നമുക്കൊരു പുളിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തെ ബാച്ചിൽ നമ്മൾ പൊതിർത്ത് വെച്ചിട്ടുള്ള അവിലും അതുപോലെ തന്നെ ബാക്കിയുള്ള പച്ചരിയും ഉഴുന്നും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും, ഞാൻ ഈ ഒരു സമയത്താണ് ഉപ്പിടുന്നത്, കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഇവിടെ കല്ലുപ്പാണ് കൂടുതൽ ഉപയോഗിക്കാറ്, അതുകൊണ്ട് കല്ലുപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണേ. അപ്പോൾ ഇതാ അതും കൂടെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. നല്ലോണം കൈയൊന്നും ഇട്ട് നമുക്ക് ഇളക്കണ്ട, നല്ല സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതാ നമ്മളുടെ ഇഡ്ഡലി മാവ് ഒരുപാട് തിക്കായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതാ ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കും അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ മതിയേ. അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്, നമ്മുടെ മാവ് പൊന്തിയിട്ടൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. ഇതാ അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതാ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, നല്ല പതഞ്ഞ് നല്ല പൊന്തി നല്ല അടിപൊളിയായിട്ട് തന്നെ മാവ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്ര ഉഴുന്നൊന്നും ചേർക്കേണ്ട, ശരിക്കും പറഞ്ഞാൽ അതാ ഒരു പിടി ഉഴുന്ന് മതി, എന്നാലും നമ്മുടെ ഇഡ്ഡലി ബാറ്റർ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിനി ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന് നമുക്ക് നേരിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തിളയ്ക്കാതെ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് ഒരിക്കലും മാവ് ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം നല്ലോണം തിളച്ചതിന് മാത്രമേ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാവൂ. അങ്ങനെ നേരത്തെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഇഡ്ഡലി ഭയങ്കര ഹാർഡായിപ്പോവും. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ തട്ടിലും മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു ഇഡ്ഡലിക്ക് നമുക്കറിയാം ഒരു 7 to 8 മിനിറ്റ് അത്രയല്ലേ വേവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതാ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 8 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒരുപാട് ഉഴുന്നൊന്നും ചേർക്കാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ ഒരു സജഷൻ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോറ് തന്നെ ഉപയോഗിക്കാം, പക്ഷേ അവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് നമ്മളുടെ ഇഡ്ഡലിക്ക് ഉണ്ടാവും കേട്ടോ. അത് വെറും ഓപ്ഷണൽ മാത്രമാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലി എൻ്റെ മോൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ചമ്മന്തിയും അതുപോലെ തന്നെ നല്ല തേങ്ങാ ചട്നിയൊക്കെ ആയിട്ട് കൂട്ടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.